എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കീഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യെസ്, എന്റർടൈൻമെന്റ് കിഴി റിയാക്ഷൻ ആണ് കളങ്കാവൽ. കളങ്കാവൽ സിനിമയുടെ എന്തോ ഒരു അപ്ഡേറ്റ് 6 മണിക്കുണ്ട് എന്നുള്ളതാണ് കേട്ടത്. അപ്പോൾ ഇങ്ങനെ കാത്തിരിക്കുകയാണ് കേട്ടോ. അതായത് എന്തോ ഒരു ഫീല്. സാധാരണ നമുക്ക് ഭയങ്കര എക്സൈറ്റ്മെൻറ്റും ഭയങ്കര സന്തോഷവും ഒക്കെ തോന്നാറുണ്ട്. പക്ഷെ അതിനേക്കാൾ അപ്പുറത്ത് വേറെന്തോ ഒരു ഫീല് ഇപ്പം ഉണ്ട്. സത്യം, എത്ര കാലമായില്ലേ ഒരു മമ്മൂക്ക സിനിമയുടെ അപ്ഡേറ്റിന് വേണ്ടി ഇങ്ങനെ കാത്തിരുന്നിട്ട്. സത്യടോ, ഭയങ്കര തന്നെ വേറെന്തോ ഒരു ഫീലിൽ ഇങ്ങനെ ഇരിക്കുകയാണ് കാലങ്ങളായിട്ട്. അതായത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും കാലം മമ്മൂക്ക അങ്ങനെ മാറി നിന്നിട്ടില്ലല്ലോ. സത്യം, അത് ഇല്ലെന്നെ, കാണാനേ ഇല്ല. 5 മാസമൊക്കെ ആയിട്ടുണ്ടാവൂലേ. അതെ, ശരിക്കും ഗ്യാപ്പ് എന്നൊക്കെ പറഞ്ഞാലേ എന്താണ്. അപ്പോൾ എന്തായാലും കളങ്കാവൽ സിനിമയുടെ എന്തോ ഒരു സംഭവം വരുന്നുണ്ട്. അത് വന്നു കഴിഞ്ഞാൽ അപ്പോൾ നമുക്ക് ഉറപ്പിക്കാം ഇനി അങ്ങോട്ട്. അതായത് സാധനങ്ങൾ വന്നോണ്ടിരിക്കും. അതെ അതെ, അതായത് മമ്മൂക്കയുടെ വരവ് അടുത്തു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. എന്താണെങ്കിലും അത് ഭയങ്കര ഒരു സന്തോഷം തരുന്ന ഒരു സംഭവം കൂടിയാട്ടോ ശരിക്കും. ഈ ഒരു ശൂന്യത അങ്ങനെ നികത്താൻ കഴിയില്ലേ. അങ്ങേര് വരട്ടെ, എന്തായാലും അത് നികത്തട്ടെ. മലയാള സിനിമേന്റെ ഒരു ഭാഗമാണ്. അതെ, അതായത് ഒരു ഭാഗം മോഹൻലാൽ ആണെങ്കിൽ ഒരു ഭാഗം മമ്മൂക്ക തന്നെയാണ്. ആ ഒരു ഭാഗം ഇങ്ങനെ ഒഴിഞ്ഞു കിടക്കുന്നത് ഒരിക്കലും നല്ലതല്ല. അതെ, അത് കംപ്ലീറ്റ് ആവാനുണ്ട്. അത് വരട്ടെ, എന്തായാലും ആള് വരട്ടെ. അതിന്റെ സൂചന തന്നെ ആവട്ടെ. ഇത് ഈ ഒരു കാത്തിരിപ്പ് വെറുതെ ആവാതിരിക്കട്ടെ. എന്തോ ഒരു സംഭവം വരുന്നുണ്ട് എന്തായാലും 6 മണിക്ക്. എന്തായാലും ജിതിൻ കെ ജോസ് സംവിധാനം ചെയ്ത് മമ്മൂക്ക നായകനാവുന്ന മമ്മൂക്ക വില്ലനാവുന്ന സിനിമയാണ്. വിനായകനാണ് ഇതിൽ നായകൻ. പിന്നെന്തൊക്കെയാന്ന് പറയാ, എല്ലാം മറന്നടായ സിനിമയെ വിട്ടുപോയിട്ട് കഴിയുന്നത്. എന്താണെങ്കിലും മമ്മൂട്ടി കമ്പനിയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. പിന്നെ ജിതിൻ കെ ജോസും വിഷ്ണുവും കൂടിയാണ് ഇതിന്റെ സ്ക്രിപ്റ്റും സ്റ്റോറിയും. പിന്നെ മ്യൂസിക് മജീദ് മുജീബാണ് ഇതിന്റെ മ്യൂസിക്. പിന്നെ ഇപ്പൊ എന്തായിരുന്നു അറിയാ, പിന്നെന്തായിരുന്നു ഒരുപാട് സ്ത്രീകൾ അഭിനയിക്കുന്ന സിനിമ. പിന്നെ അത് ഓരോരുത്തരും ലീക്കാക്കിയതാണ്. പിന്നെന്തായിരുന്നു റിയൽ സ്റ്റോറി അല്ലേ? റിയൽ ബേസ്ഡ് സ്റ്റോറിയാണ്. അതായത് വില്ലനായിട്ടാണ് എന്തായാലും നമുക്ക് വരുന്നത്, ഒരു കില്ലറായിട്ടാണ്. ഇത്രയും കാര്യങ്ങൾ അറിയാം, ബാക്കിയുള്ളതൊക്കെ മറന്നുപോയി. പിന്നെ അതിന് മുൻപുള്ള അപ്ഡേറ്റുകളൊക്കെ മറന്നല്ലോ. എന്തൊക്കെ വന്നിട്ടുണ്ട് ഇതിന്റെ? ഇപ്പൊ ലാസ്റ്റ് റൂമർ പോലെ വന്നത് സിനിമയുടെ റിലീസാണ്. അതായത് ഒക്ടോബർ 9 സിനിമ റിലീസിനെത്തും എന്നുള്ള ഒരു റൂമർ. അതെ. പിന്നെ അതിന് മുന്നേ വന്നത് പിന്നെ പോസ്റ്റേഴ്സ് ആയിട്ട് 2 പോസ്റ്റർ അല്ലേ വന്നിട്ടുള്ളൂ? 2 പോസ്റ്റർ വന്നു. ഒന്ന് വിനായകന്റെയും ഒന്ന് മമ്മൂക്കേന്റെയും അല്ലേ? അല്ല, 3 എണ്ണം. അപ്പൊ 3 എണ്ണം. ഒരു ചിരിക്കുന്ന ആ സിഗരറ്റ് കടിച്ചു പിടിച്ചിട്ട് ചിരിക്കുന്ന സാധനമല്ലേ? സിഗരറ്റ് ആ വണ്ടിയിലുള്ളിലേക്ക് അതാണ് ആദ്യം വന്നത്. അത് ഫസ്റ്റ് അല്ല, ഫസ്റ്റ് വന്നത് വിനായകന്റെ ഒന്ന്, പിന്നെ മമ്മൂക്കന്റെ ഒന്ന്. പിന്നെ അതിനുശേഷം ഒരു പോസ്റ്റർ വന്നില്ല. പിന്നെ അതായത് ഒരു ക്ലോസപ്പ്, ഒരു ചിരിയുള്ള ശരിയാ, ഏതൊരു സ്ത്രീയെ നോക്കിയിട്ടുള്ള ഒരു വശീകരണ രീതിയിലുള്ള ഒരു ചിരി. അത്ര കാര്യങ്ങൾ ഉള്ളതിന്റെ 3 എണ്ണം വന്നിട്ടുള്ളൂ. പിന്നെ കുറച്ച് ഇന്റർവ്യൂസും കാര്യങ്ങളൊക്കെ ജിതിൻ കെ ജോസ് ഒക്കെ കൊടുക്കുന്നുണ്ട്. അതൊന്നും അങ്ങ് ശരിയായ രീതിയിൽ അങ്ങ് എത്തിയിട്ടില്ല ജനങ്ങളിലേക്ക്. അതൊക്കെ ജനങ്ങളിലേക്ക് എത്തണമെങ്കിൽ അതിന്റെ ഒപ്പം ആളും കൂടി വേണം. ഇനി വന്ന് കൊടുക്കാൻ തുടങ്ങുമ്പോ കത്തുമായിരിക്കും കേട്ടോ. ഇന്നിപ്പോ ഈ സാധനം 6 മണിക്ക് വന്നാൽ തന്നെ സോഷ്യൽ മീഡിയ കത്തും. കാരണം ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ആളുടെ സിനിമേന്റെ അപ്ഡേറ്റ് തന്നെ വരുന്നത്. കാത്തിരിക്കുമായിരിക്കും അറിഞ്ഞവരൊക്കെ. അധികം ആൾക്കാരൊന്നും അറിഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നില്ല. എന്തായാലും സത്യമാവാം, ചിലപ്പോ സത്യമാവാതിരിക്കാം, വരുമായിരിക്കും. 6 മണി കഴിഞ്ഞിട്ടുണ്ട്, ഒരനക്കമില്ലല്ലോ. സാധാരണ ഇൻസ്റ്റാഗ്രാമിലൊക്കെ എന്ന് പറഞ്ഞു വന്നോണ്ടിരിക്കുന്ന എന്തെങ്കിലും വന്നാലേ തപ്പി നോക്ക്, സെർച്ച് ചെയ്യും മമ്മൂക്ക. പിന്നെ ഏതിൽ പോയ തപ്പ് നോക്കണം. അല്ല, അത് നോക്കേണ്ട ആവശ്യമില്ല. ഏതിൽ വന്നാലും വരും കിട്ടും. മോനെ, എന്റെ മോനെ കൊല വലിയ ഐറ്റോ. സ്പൈഡർമാനോ? ഫുള്ള് വലയൊക്കെ ആണല്ലോ. അതോ ഇനി വല്ല
മുക്കുവനാണോ ലുക്ക് വലയില് വാടാ ആറ്റിറ്റ്യൂഡ് സാധനം നോക്ക്. ഇങ്ങനെ ഒരു ചിരി. ഇത് ഈ ചിരി എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. ആ മമ്മൂക്കൻ്റെ അടുത്ത് അല്ലാണ്ട് പിന്നെ എവിടുന്ന ചിരി കാണുന്നല്ലേ. ഇങ്ങോട്ടും നോക്ക്. അത് ഞാൻ പറയുന്നില്ല ചിരി. അതെ അതായത് ഇത് സാധാരണ അതായത് ഇത് നിനക്ക് എന്താ ഫീൽ, എനിക്ക് മനസ്സിലാകുന്നറിയോ, നീ ഇത് എവിടെ കണ്ടിട്ടുണ്ടെന്നുള്ളത് പോലെ ഫീൽ ചെയ്യുന്നില്ലേ? അതായത് മമ്മൂക്ക എപ്പോഴും സെറ്റില് ഏതാണ്ട് ഈ ഒരു വൈബിലായിരിക്കും ഇരിക്കുക. ലൊക്കേഷനിൽ എപ്പോഴും ഇതെന്താ ഞാൻ പറയാൻ കാരണം അറിയാം, നമ്മൾ ഈ ഇന്റർവ്യൂലൊക്കെ വന്നിട്ട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് അതായത് നാവിങ്ങനെ നാവിന്റെ തുഞ്ചങ്ങനെ കടിച്ചു അങ്ങനത്തെ ഒരു ചിരിയുണ്ട്. പിന്നെ അത് മാത്രല്ല, അതായത് പക്ക ഹോംലി ലുക്കാണ്. അതെ, കയ്യിലും സാധാരണ ഷർട്ടും കള്ളി ഷർട്ടുമാണ്. എന്നിട്ട് കാലിങ്ങനെ കയറ്റി വെച്ച് ആ കാലിന്റെ ഈ നെര്യാണിയുടെ ഭാഗത്തേ ഒരു ചായ ഗ്ലാസ് ഉണ്ടായിരുന്നെങ്കിൽ കറക്റ്റ് ലൊക്കേഷനാണ് അല്ലേ? തിരിച്ചാ ഒരു സിഗരറ്റും ഇപ്പുറത്തെ കയ്യിലാകുമ്പോ. അതെ അതെ അതെ. ഓക്കേ, പോകുന്നതിന്റെ മുന്നേ ഉള്ള ഇതാന്ന് തോന്നുന്നു. എന്തോ ചെയ്യാനുള്ളതിന്റെ ഒരു തയ്യാറെടുപ്പ്. അത് കേട്ടറിഞ്ഞ കഥ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഇരുത്തം ഏതെങ്കിലും ഒരു ലോഡ്ജിലായിരിക്കാം. ആ ഇരുത്തം മുന്നിൽ ഒരാളും ഉണ്ട്, അയാളോട് ആ മുന്നിൽ നിൽക്കുന്ന ആള് മേ ബി ഏതെങ്കിലും ഒരു സ്ത്രീ ബെഡിൽ ഇങ്ങനെ കിടക്കുന്നതായിരിക്കാം. ആളോട് സംസാരിച്ചോണ്ട് ആ ഒരു ചിരിയൊക്കെ ചിരിച്ച് ഇപ്പൊ ശരിയാക്കി തരാട്ടോ. എന്താണെങ്കിലും ഓൺ ദ വേ സ്റ്റേ ട്യൂൺഡ്. കളങ്കാവൽ. ഈ കളങ്കാവൽ എന്നുള്ള ടൈറ്റിലിന്റെ മുകളിലൂടെയാണ് ഈ ചിലന്തി വല നെയ്തിട്ടുള്ളത് കേട്ടോ. പിന്നെ ആളുടെ ശരീരത്തിലൂടെ ഉണ്ട് അല്ലേ? മുണ്ടിന്റെ ലൈനാണ്. ഓക്കെ, എന്തായാലും ഞാൻ ഒരു അപ്ഡേറ്റ് ഓർക്കുന്നുണ്ട്. ഇതിന് മുൻപ് ഏതോ ഒരു പോസ്റ്ററിന്റെയോ എന്തോ ഒരു ഇതിന്റെ അനൗൺസ്മെന്റ് വന്നപ്പോൾ ഒരു അത് ഇതുപോലെ തന്നെ കുറച്ച് ബിൽഡിങ്ങും, ആ ബിൽഡിങ്ങിൽ കുറേ സ്ത്രീകളും, പിന്നെ ഒരു പോലീസിന്റെ ഒരു ഷൂ, പിന്നെ ഒരു ചിലന്തിയെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ചിലന്തിയുടെ റെഫറൻസ് എപ്പോഴും ഇതിലുണ്ട്. ആൾറെഡി ഇത് വലയിട്ടിട്ട് പിടിക്കുന്നു. അതെ അതെ, സിമ്പിൾ ആയിട്ട് വെനം വിനീത് എന്ന ആളാണ് ഇതിന്റെ ഒരു ക്യാപ്ഷൻ ഉള്ളത്. അതെ, എന്താണെങ്കിലും ഹിഡ്ക്കാൻ പോസ്റ്റർ കേട്ടോ. എന്താണ് വേറെ എന്തെങ്കിലും കണ്ടുപിടിച്ചോ? എന്താണ് ഞാൻ എനിക്ക് കാണുന്നില്ല, എന്താന്ന് പറഞ്ഞാലല്ലേ കാണാൻ പറ്റുള്ളൂ. ഈ വലകളിൽ നോക്ക്, ഫേസ് ഉണ്ട്. ഇപ്പൊ നമ്മള് പറഞ്ഞോളൂ ഇരകളുടെ ഓരോരുത്തരെയും ഫേസ് വരുന്നുണ്ട് കേട്ടോ. മോളൊക്കെ ഉണ്ട്. ഇത് ഏകദേശം എത്ര ഉണ്ടെന്ന് ഇതിനകത്ത് എണ്ണിയാൽ തന്നെ കിട്ടും. 1 2 3 4 1 2 3 4 5 6 7 7 മുഖങ്ങളുണ്ട് കേട്ടോ. 8 അല്ലേ? അത് തിരിച്ചൊക്കെ വെച്ച് നോക്കുമ്പോ ഇതൊക്കെ ഉണ്ട്. അത് ഞാൻ കൂട്ടി. 1 2 3 4 5 6 7 8 എണ്ണം. അല്ലാതൊക്കെ ഇനി അതിന്റെ ഇടയിൽ കൂടെ ഉണ്ടാവും. അതെ അതെ, കൊള്ളാം, അടിപൊളി. അതായത് വലയിട്ട് പിടിച്ച അത് സാധാരണ ഈ ചില പാറ്റകളും പ്രാണികളൊക്കെ വിടുക. ചെറിയ ചെറിയ പ്രാണികളെ എപ്പോഴും എട്ടുകാലി വലയിട്ട് ഇങ്ങനെ പിടിച്ചിങ്ങനെ ഓരോ സ്ഥലത്തുണ്ടാവും, ഓരോന്നും കുരുങ്ങി കിടക്കുന്നു. അതെ, അതേപോലെയാ സ്ത്രീകള് ഓരോ സ്ഥലങ്ങളില് കുടുങ്ങി കിടക്കുന്നുണ്ട്. ഓരോ സ്ഥലങ്ങളിലും കുടുക്കല്ല, ഓരോ സ്ഥലങ്ങളിലും തീർത്തിട്ടുണ്ട്. അടിപൊളി അടിപൊളി പോസ്റ്റർ. എന്തായാലും യജ്ജോതി എക്സ്പ്രഷൻ അല്ലേ, പോളീസ് സംഭവം. പണി വരുന്നുണ്ട് അളിയാ. ഒന്നൊന്നര പാടമായിരിക്കും കേട്ടോ പെർഫോമൻസിലേ. ഹെയർ സ്റ്റൈൽ നോക്ക്. അതേ പറഞ്ഞ മറ്റേ സാധനമാണ് ഫുള്ള് ബാക്കിലേക്ക് ചീകി വെച്ചിട്ടേ. എന്താണെങ്കിലും ഒരു ഒന്നൊന്നര പെർഫോമൻസ് കാണാൻ പറ്റും. ആ ചിരിയിൽ നിന്ന് നമുക്ക് ഫീൽ ചെയ്യുന്നത് അതായത് ഇനി അങ്ങോട്ട്, അതായത് ഇപ്പോൾ നമുക്ക് കുറച്ച് മാസങ്ങളായിട്ട് മമ്മൂക്കൻ്റെ ചിരി കാണാനില്ല. അപ്പോൾ ആ ചിരി വീണ്ടും വരാൻ പോകുന്നു. അതാണ് കാത്തിരുന്നത്. അതെ, അത് ഇങ്ങനത്തെ ഒരു പോസ്റ്റർ ചിരിച്ചുകൊണ്ട് തന്നെ ഇട്ടത് ഗംഭീരം. അതെ, അപ്പം ഇനി അങ്ങോട്ട് നമുക്ക് കാത്തിരിക്കാം. മിക്കവാറും ഇനി അടുത്ത് തന്നെ വരും, അല്ലെങ്കിൽ ബർത്ത്ഡേന്റെ അന്നൊക്കെ ഉണ്ടാവുമായിരിക്കും കേട്ടോ ചിലപ്പം. ഇതിന്റെ എന്നാ റിലീസ് എന്നുള്ളതിന്റെ ഒക്കെ കാര്യങ്ങൾ വരുന്നത്. പിന്നെ വേറെ കാര്യമുണ്ട്, ഒരു മലയാളികളും ഇതിൽ നിന്നൊന്നും തൃപ്തരാവില്ല.
ഒരിക്കലും ഇല്ല. അതിന് സാക്ഷാൽ മമ്മൂക്ക തന്നെ ഇവിടെ വരണം. പോസ്റ്റ് ഇട്ടിട്ടൊന്നും കാര്യമില്ല, പോസ്റ്റർ വന്നിട്ടൊന്നും കാര്യമില്ല. എന്നാലേ ഇതൊക്കെ ആഘോഷിക്കാൻ കഴിയുള്ളൂ. എന്താണെങ്കിലും വരാനുള്ളതിന്റെ തയ്യാറെടുപ്പിന്റെ മുന്നോടിയായിട്ട് വരുന്ന ഓരോ സംഭവമായിട്ട് കണ്ടാൽ മതി. എന്താണെങ്കിലും ഉടനെ തന്നെ ആളെത്തും എന്നാണ് കേൾക്കുന്നത്. കാത്തിരിക്കാം. അപ്പോൾ വെൽക്കം ബാക്ക് മമ്മൂക്ക. എന്നിട്ട് പഴയ പോലെ തന്നെ തകർക്കാം. അതേതിനെക്കാട്ടിലും മോഡല് അതൊക്കെ മേലെ അങ്ങനെ വരട്ടെ. അപ്പൊ എന്തായാലും ഞങ്ങൾ പോവാണ്. നല്ല വിശേഷങ്ങളുമായിട്ട് ഉടനെ തന്നെ വരാം. ബൈ.